അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്ന് തഖാറുബുസ് സമാൻ, കാലം പരസ്പരം അടുത്തടുത്ത് വരും. എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് സമയവും കാലവും തീർന്നു പോകൽ. ലാ തഖൂമു സഅ, അങ്ങനെ നമുക്ക് തോന്നുന്നത് വരെ അന്ത്യനാള് വരില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനിപ്പോ തോന്നാനൊന്നുമില്ലല്ലോ. റമദാൻ ഇവിടെ 22 എത്തി എന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു അത്ഭുതം! എത്ര പെട്ടെന്നാണ് രാവ് പകലായത്, പകല് രാവായത്, ദിനങ്ങൾ കഴിഞ്ഞുപോയത്. അല്ലാഹു നമുക്ക് ശേഷിക്കുന്ന ദിനങ്ങൾ ഉപയുക്തമാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. മറ്റൊന്നാണ് ഫജ്അത്തുൽ മൗത്ത്, പെട്ടെന്നുള്ള മരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ ഒരു മഹല്ലിൽ തന്നെ എത്ര പേര് പെട്ടെന്ന് മരിച്ചുപോയി. എന്റെ പരിചയത്തിൽ ഒരു ഉസ്താദ് പങ്കുവെച്ചു, എറണാകുളത്ത് ഒരു കുട്ടി വിദ്യാലയത്തിലേക്ക് പോകാൻ വേണ്ടി യൂണിഫോം ധരിച്ച് സ്കൂൾ ബാഗും ചുമന്നിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ഒരു ഹെഡേക്ക്, തലവേദന വന്നപ്പോ കുട്ടി വീടിന്റെ ഉള്ളിലേക്ക് തിരിച്ചു വന്നു. ഉമ്മയോട് വിഷമം പറഞ്ഞു. ഉമ്മ ഒരു പാമ്പ് പുരട്ടിയിട്ട് അവിടെ കിടത്തി. കുട്ടി പുളകിതനാവുകയാണ്. കുട്ടിങ്ങനെ വിറച്ച് അസ്വസ്ഥനായിക്കൊണ്ടിരിക്കുന്നു. ഉമ്മ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള ഡോക്ടർ കുട്ടിയെ പറ്റി നിരീക്ഷിച്ചു, പഠിച്ചു, ചികിത്സിച്ചു. അവസാനം പറഞ്ഞു, ഇത്തിരി സീരിയസ് ആണെന്ന് തോന്നുന്നു, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം. വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ള ആ പൊന്നുമോൻ യൂണിഫോമും ധരിച്ച് സ്കൂളിൽ പോകാൻ തന്നതാണ്. അതേ യൂണിഫോമിൽ ആംബുലൻസുമായി ആ പൊന്നുമോന്റെ ശരീരം ആ കുട്ടിയുമായി ആംബുലൻസ് കുതിക്കുമ്പോ എറണാകുളം മെഡിക്കൽ കോളേജ് എത്തുന്നതിന്റെ മുമ്പ് ആ കുട്ടി മരിച്ചുപോയി. വയസ്സ് 10 ഒരുങ്ങിയിരുന്നത് സ്കൂളിലേക്ക് പോകാനാണ്, എത്തിയത് മണ്ണറയിലാണ്. ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കും. ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫജ്അത്തുൽ മൗത്ത്, പെട്ടെന്നുള്ള മരണം. എങ്ങനെ നമുക്ക് ഒരുങ്ങാൻ കഴിയും? നമ്മുടെ ഏറ്റവും വലിയ ഒരുക്കം സയ്യിദുൽ ഉമ്മ സയ്യിദ് അഹ്മദ് ബൂഖാരി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഉമർ ഹൈദർ സാദിഖ് അലി അവരൊക്കെ ഉപ്പയായിരുന്ന ബൂഖാരി തങ്ങളൊപ്പം നടത്തിയ ഒരു ശക്തമായ സുഭദ്രമായ സുദീർഘമായ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അല്ലാഹു നമുക്കത് എടുക്കാനുള്ള തൗഫീഖ് തരട്ടെ. തങ്ങളുടെ വീട്ടിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരിക, അവർക്ക് ബാങ്കിൽ ഒരു ജോലി റെഡിയാക്കാൻ എടുത്തിരിക്കുന്നു. ഇനി വേണ്ടത് ഒരു റെക്കമെൻഡേഷനാണ്. തങ്ങളടുക്കൽ വന്നിട്ട് പറഞ്ഞു, തങ്ങൾ പാപ്പ, നിങ്ങളൊരു റെക്കമെൻഡേഷൻ കൂടെ ഉണ്ടെങ്കിൽ ഇന്നാലിന്ന ബാങ്കിൽ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടും. തങ്ങളെ ചെറുപ്പക്കാരനെ പുഞ്ചിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. നല്ല ചായയും പലഹാരവും കൊടുത്തു, പിന്നെയും കൊടുത്തു. സ്നേഹോഷ്മളമായി സ്വീകരിച്ചു. ആ ചെറുപ്പക്കാരൻ എല്ലാം കഴിച്ചെന്ന് മനസ്സിലായപ്പോ അവന്റെ കയ്യും പിടിച്ച് കൊടപ്പനക്കൽ തറവാടിന്റെ ഗേറ്റിന്റെ ചാരത്തേക്ക് കൊണ്ടുപോയി പുറത്തേക്ക് മെല്ലെയെന്ന് തള്ളിയിട്ട് പറഞ്ഞു, പടച്ചോൻ ഹറാമാക്കിയത് ചോദിച്ച് പൂക്കോയാന്റെ വീട്ടിക്ക് വരരുത് കേട്ടോ. അല്ലാഹു നമുക്ക് ആ ഒരു തീരുമാനം തൗഫീഖ് നൽകട്ടെ. ബാങ്കാണ്, പലിശ വരും, ഹറാമ് വരും എന്ന ചിന്ത കൊണ്ട് തങ്ങളുടെ പാപ്പയുടെ പ്രഖ്യാപനമായി അല്ലാഹു ആ തീരുമാനം. പ്രത്യേകിച്ച് റമദാൻ അവസാനിക്കാൻ പോവാണ്. അല്ലാഹു നൽകുന്ന ഓഫറുകളുടെ ആധിക്യമുള്ള സമയമാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നമ്മളെ എങ്ങനെ പല രൂപത്തിൽ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒന്ന്, നിഅമത്ത് കൂടി കിട്ടുമ്പോ മനുഷ്യനതിന്റെ വാല്യൂ മറന്നുപോകും. റമദാൻ ഒറ്റ ദിവസമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നും കൂടെ മെനക്കെട്ടിരിക്കും. അടുത്ത 30 തന്നപ്പോ അതിന്റെ അവസാനത്തിൽ വാരിക്കോരി തരാൻ നിന്നപ്പോ നമ്മളതിന്റെ മൂല്യം മറക്കും. അത് മാനുഷികമാണ്. രണ്ടാമത്തതോ അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ,
അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അവന്റെ പള്ളിയാണ്. എന്നാൽ അബഗദ സൂപ്പർലേറ്റീവ്, അബഗദ ഏറ്റവും ദേഷ്യമുള്ളതോ അങ്ങാടിയാണ്. ഇനി നമ്മൾ പർച്ചേസിംഗായി, പെരുന്നാളൊരുക്കായി, വസ്ത്രം വാങ്ങാനായി ഇതൊക്കെ നമുക്ക് വേണമല്ലോ, വേണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിലൊരു ജാഗ്രത വേണം, ഒരു നിയന്ത്രണം വേണം. കാരണം അങ്ങാടി അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം, അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ളതാണെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാ യൂസിലു ഇലൽ ഹറാമി ഹറാം, ഹറാമ് ചെയ്യരുത് എന്നല്ല പറഞ്ഞത്, പിന്നെയോ ഹറാമിലേക്ക് എത്തിക്കുന്നത് പോലും ചെയ്യരുത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത്, ലാ തഖറബു സിന, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. അള്ളാഹു നമുക്ക് നല്ലോണം തയ്യാറെടുക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. പല രൂപത്തിൽ, പല കാരണങ്ങൾ കൊണ്ട്, പല ആഘോഷങ്ങൾ, പല ആനന്ദങ്ങളെ കൊണ്ട് ഈ ദിവസം വളരെ പ്രധാനപ്പെട്ട, മോസ്റ്റ് പ്രീഷ്യസ് ഈ ദിവസം എങ്ങനെ തീർന്നെന്ന് പറയാൻ പറ്റൂല. അള്ളാഹു നമ്മളെ ഹതഭാഗ്യത്തിൽ പെടുത്താതിരിക്കട്ടെ, നല്ലോണം ഉപയോഗപ്പെടുത്തുക. അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അനിൽ മർഇ ലാ തസ്അൽ വസൈഅൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാറന യഖ്തദി. നമ്മളൊക്കെ മിക്കപ്പോഴും തെറ്റിലേക്ക് വന്നു വീഴുന്നത് നമ്മുടെ കൂട്ടുകാരെ കൊണ്ടാണ്. ആരോടാണോ നാം കൂടുന്നത് അതിനനുസരിച്ച് നന്മയിലും തിന്മയിലും മാറ്റം വരും. ഖുർആൻ പറഞ്ഞതെന്താ? കൂനു മഅസ്സാദിഖീൻ, എങ്ങനെങ്കിലും നല്ലോരൊപ്പം നിൽക്കി. അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ എങ്ങനെയാണെന്നറിയാൻ അവനെ നോക്കണ്ട, അവന്റെ കൂട്ടുകാരനെ നോക്കിയാൽ മതി. ഇതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ബന്ധങ്ങളാണെങ്കിലും ശരി, ഓഫ്ലൈൻ ബന്ധങ്ങളാണെങ്കിലും ശരി, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന, നന്മയിലേക്ക് ചേർക്കുന്ന നല്ല ബന്ധങ്ങളാക്കാം. ഏത് ഹറാമിന്റെ ഇടയിൽപ്പെട്ടാലും എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതൊക്കെ പൊതുവെ ഒറ്റപ്പെട്ടവർക്ക് സാധിക്കാം. പൊതുവെ അതൊക്കെ വ്യർത്ഥമാണ്, നിരർത്ഥകമാണ്. ഞാൻ വിട്ടപ്പെട്ടാലും എനിക്ക് എന്റെ ഒരു ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറം പോകില്ല. അത് ഇസ്ലാമികമല്ല. ഇസ്ലാം പറഞ്ഞത് നല്ലവരോട് ചേരാൻ, തെറ്റിന്റെ സാഹചര്യങ്ങളിൽ നിന്നും മാറി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഒരു ഗുണമില്ലെങ്കിലും ഇഷ്ടംപോലെ പ്രതിഫലമുണ്ട്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ദുനിയാവിൽ ജീവിക്കാൻ തോന്നുന്നത് 3 കാര്യങ്ങളാണ്. അതിലൊന്ന് കുറെ നല്ലവരോടൊപ്പം കൂടാനോ, ദുനിയാവിൽ ജീവിക്കുമ്പോ കുറെ നല്ല നല്ല ആളുകളുടെ സദസ്സിൽ പോയി ഇരിക്കാമല്ലോ എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകെട്ട്, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സൗഹൃദ വലയങ്ങൾ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്നതാക്കുക. അല്ലെങ്കിൽ അപരാധങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഞാൻ ആവർത്തിക്കാണ്, വളരെ പ്രധാനപ്പെട്ട ദിവസം എങ്ങനെ തീർന്നതെന്ന് അറിയൂല, നമുക്ക് നഷ്ടമാവാൻ പറ്റൂല. അടുത്ത റമദാൻ നമുക്കുണ്ടാകുമോ എന്ന് പറയാനും പറ്റൂല. അല്ലാഹു ഇനിയും നമുക്ക് അനുകൂലമാകുന്ന ഇഷ്ടംപോലെ റമദാൻ പ്രദാനം ചെയ്യട്ടെ. ശിഷ്ടദിനങ്ങൾ ഈ റമദാനിൽ തന്നെ വളരെ തഖ്വയിലായി അമല് വർദ്ധിപ്പിച്ച് ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. വആഖിറു ദഅവതി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.